നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന പഴയ ബ്ലോക്കുകൾക്ക് കാലപ്പഴക്കത്തിൽ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ ഭീഷണിയുണ്ടെന്നും ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ട്. ഇത്തരം കെട്ടിടങ്ങൾ ജയിൽ ചാട്ടത്തിന് സഹായിക്കുന്നുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 10 പഴയ ബ്ലോക്കുകളും ഒരു പുതിയ ബ്ലോക്കുകളുമാണുള്ളത്. പഴയ ബ്ലോക്കുകളിലെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. കൊടും കുറ്റവാളികളെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പാർപ്പിക്കുന്ന 10ാം നമ്പർ ബ്ലോക്കും ജീർണിച്ച അവസ്ഥയിലാണ്. റിപ്പർ ജയാനന്ദൻ ഇതേ ബ്ലോക്കിൽ നിന്നാണ് തടവ് ചാടിയത്. മറ്റൊരു തടവുകാരനും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടതായി വിവരം ലഭിച്ചതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കൊടും കുറ്റവാളി ഗോവിന്ദചാമിക്കും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ജയിൽ ചാട്ടത്തിന് ജീവനക്കാരോ സഹതടവുകാരോ സഹായിച്ചതിന് തെളിവില്ല. സെല്ലിൽ തുണി എത്തിയതിൽ ആശയക്കുഴപ്പമുണ്ട്. ഗോവിന്ദചാമിയുടെ ഇടതു കൈക്ക് അസാമാന്യ കരുത്തുണ്ട്. അഴികൾ മുറിച്ചതിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെയും സഹതടവുകാരുടെയും മൊഴിയെടുത്തിരുന്നു. ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന 10ാം നമ്പർ ബ്ലോക്കിലുള്ള തടവുകാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ജയിൽ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണവും പൂർത്തിയായിട്ടുണ്ട്. ഗോവിന്ദചാമി ജയിൽ ചാടിക്കടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ തടവുകാരുടെ കണക്കെടുത്തപ്പോൾ ഗോവിന്ദചാമി സെല്ലിനകത്ത് തന്നെ കാണപ്പെടുകയായിരുന്നു. അതായത് പതിവ് പോലെ രാവിലെ 6:30 ലോക്കപ്പ് തുറക്കുന്നതിന് മുന്നോടിയായുള്ള കണക്കെടുപ്പ്. ഈ കണക്കിൽ ഗോവിന്ദചാമിയെയും ഉൾപ്പെടുത്തി. ഇതിനുശേഷമാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം അധികൃതർ അറിയുന്നത്. തടവുകാരെ പുറത്തിറക്കുമ്പോഴും അകത്ത് കയറ്റുമ്പോഴുമുള്ള കണക്കെടുപ്പ് പ്രഹസനമാണെന്ന് തെളിയിക്കുന്നതാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. രാവിലെ 6:30 സെൻട്രൽ ജയിലിന്റെ സുരക്ഷാ മതിലിന് പുറത്തുള്ള ജയിൽ പരിശീലന കേന്ദ്രത്തിലെ ട്രെയിനികളാണ് മതിലിൽ തുണി ചേർത്ത് കെട്ടി വടമുണ്ടാക്കിയിരിക്കുന്നത് സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്നാൽ തടവുകാർക്ക് പുറത്തുനിന്ന് അനധികൃതമായി മദ്യവും ഭക്ഷ്യവസ്തുക്കളും എത്തിക്കാനാണ് ഇതെന്നാണ് ഉദ്യോഗസ്ഥർ ആദ്യം കരുതിയത്. പിന്നീട് സംശയം തോന്നി സെല്ലുകളിൽ നടത്തിയ പരിശോധനയിലാണ് തടവുകാരൻ ചാടിയെന്നും അത് ഗോവിന്ദചാമിയാണെന്നും സ്ഥിരീകരിച്ചത്. ഉദ്യോഗസ്ഥർ എണ്ണമെടുക്കുമ്പോൾ പൂജപ്പുര, വിയ്യൂർ സെൻട്രൽ ജയിലുകളിൽ ഇതിനായി തടവുകാർ എഴുന്നേറ്റ് സെല്ലിന്റെ ഗ്രില്ലുകൾക്ക് സമീപത്ത് വന്നു നിൽക്കും. എന്നാൽ രാഷ്ട്രീയ തടവുകാരുടെ അതിപ്രസരമുള്ള കണ്ണൂരിൽ ഈ സിസ്റ്റം ഇല്ല. സെല്ലിനുള്ളിൽ ആളുണ്ടെന്ന് കരുതി എണ്ണത്തിൽ ചേർക്കുകയാണ് ചെയ്യാറുള്ളത്. ഡമ്മി തയ്യാറാക്കി വെച്ച് ചാടിയ ഗോവിന്ദചാമിയെയും അന്നത്തെ കണക്കിൽ ഉദ്യോഗസ്ഥർ ചേർത്തു. നൈറ്റ് ഡ്യൂട്ടിക്കാർ നൽകിയ കണക്ക് അൺലോക്ക് ഓഫീസർ അതേപടി സ്വീകരിക്കുകയും ചെയ്തു. ഗുരുതരമായ വീഴ്ചയാണ് ഇക്കാര്യത്തിലുണ്ടായത്. ജയിൽ ചാടിയത് എങ്ങനെയെന്ന് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യയോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ അഡ്വൈസറി ബോർഡ് യോഗത്തിനെത്തിയപ്പോഴാണ് ADGP ഇവിടെ കഴിയുന്ന ഗോവിന്ദചാമിയെ കണ്ടത്. ചാടിയത് എങ്ങനെയെന്ന ചോദ്യത്തിനായിരുന്നു ഗോവിന്ദചാമിയുടെ വിവരണം. അതേസമയം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ 2-അംഗ സമിതിക്ക് ഇന്നലെയും അന്വേഷണ വിഷയങ്ങൾ തീരുമാനിച്ച് ഉത്തരവ് ലഭിച്ചില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലിന്റെ സമീപത്തുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിരുന്നു. 2 കമ്പികൾ അറുത്തുമാറ്റിയാണ് ഗോവിന്ദചാമി പുറത്തു കടന്നത്. സെല്ലിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് നിന്ന് ഇഴഞ്ഞ് ഗോവിന്ദചാമി പുറത്തു കടക്കുന്നതാണ് ആദ്യത്തെ CCTV ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. 3 തവണ സെല്ലിനുള്ളിൽ കയറി സാധനങ്ങൾ എടുത്താണ് ഗോവിന്ദചാമി പുറത്തേക്ക് ഇറങ്ങിയത്. കൂടെ സെല്ലിൽ ഉണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരനെ 2 കമ്പികൾ മാത്രം മുറിച്ച വിടവിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നാലെ വലിയ മതിലിന്റെ അടുത്തേക്ക് പോകുന്നതും രണ്ടാമത്തെ ദൃശ്യങ്ങളിൽ കാണാം. ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മകളിലേക്കാണ് ദൃശ്യം വിരൽ ചൂണ്ടുന്നത്. CCTV ദൃശ്യങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള ജീവനക്കാരൻ പോലും ജയിലിൽ ഇല്ലായിരുന്നു എന്നാണ് വിവരം. ഗോവിന്ദചാമി ജയിൽ ചാടുന്ന CCTV ദൃശ്യങ്ങളിൽ ജയിലിൽ ഒരു ജീവനക്കാരനെ പോലും കാണാനില്ല. ദുർബലമായ ജയിലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചത്. തുരുമ്പ് പിടിച്ച ദ്രവിച്ച കമ്പികൾ മാത്രമുള്ള സെല്ലാണത്. ഏകദേശം 28 ദിവസത്തോളം എടുത്താണ് ഗോവിന്ദചാമി സെല്ലിന്റെ അഴികൾ അറുത്തുമാറ്റിയത്. എന്നിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. വളരെ വലിയ സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ ജയിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം യോഗം വിളിച്ചു ചേർക്കുകയും ജയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനായിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കിയില്ലെങ്കിൽ ഇനിയും കുറ്റവാളികൾ ജയിൽ ചാടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഗോവിന്ദചാമിയെ അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയേറെ എളുപ്പത്തിൽ ഇത്രയേറെ അനാസ്ഥയാണ് ജയിലിനുള്ളിൽ നടക്കുന്നതെങ്കിൽ അത് കുറ്റവാളികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കും ഒരുപക്ഷെ വളരെ
എളുപ്പത്തിൽ ജയിൽ ചാടാനുള്ള എല്ലാ സൗകര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ഒരുക്കി കൊടുക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. അത്രയേറെ പഴുതുകളാണ് ഇപ്പോൾ ഗോവിന്ദചാമിയുടെ ഈ ജയിൽ ചാട്ടത്തിൽ നിന്ന് തന്നെ അതിനുള്ളിൽ കുറ്റവാളികൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. കൃത്യമായിട്ടുള്ള പരിശോധനകളൊക്കെ തന്നെ പേരിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രത്യേകിച്ച് കൊടും കുറ്റവാളികളെ വധശിക്ഷയ്ക്കടക്കം വിധിച്ചവരെ നിരീക്ഷിക്കുന്നതിനുള്ള യാതൊരു സംവിധാനങ്ങളും അതിനുള്ളിലില്ല എന്ന് തന്നെ വേണം പറയാം. അതൊക്കെ തന്നെയാണ് ഈ ഒരു ഗോവിന്ദചാമിയെ പോലെയുള്ളവർ ഇത്തരത്തിൽ കുറച്ച് മണിക്കൂറുകളാണെങ്കിലും കേരളത്തെ ആശങ്കയുടെ ഒരു മുൾമുനയിൽ നിർത്താനായിട്ട് ഗോവിന്ദചാമിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിലേറെ പദ്ധതി തയ്യാറാക്കി ജയിൽ ചാടാൻ മറ്റുള്ള കുറ്റവാളികളും ഇതിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്. ഗോവിന്ദചാമി ജയിൽ ചാടുമെന്നുള്ള വിവരം കൂടെയുള്ള 4 തടവുകാർക്ക് അറിയാമായിരുന്നു എന്നുള്ളത്. പക്ഷേ എപ്പോൾ ചാടും, എങ്ങനെ ചാടും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ജയിൽ ചാടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത്രയേറെ കാര്യങ്ങൾ അവർക്ക് അറിയാമായിരുന്നിട്ടും ഒരാൾ പോലും പോലീസിനോട് അത് നിർദ്ദേശം നൽകുക ഒന്നും തന്നെ ചെയ്തില്ല. പകരം അവരെല്ലാം തന്നെ ആ രഹസ്യം മറച്ചു വെക്കുകയാണ് ചെയ്തത്. കൂടാതെ ഗോവിന്ദചാമി അവിടെ നടത്തുന്ന നീക്കങ്ങളൊന്നും തന്നെ ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതും ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്.